വെൽക്കം ടു ബൈനറി പോൾ. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ എക്സ്പ്രഷൻ ട്രീയിൽ നമുക്ക് ബൈനറി എക്സ്പ്രഷൻ ട്രീ ആണ് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ളത്. സോ എക്സ്പ്രഷൻ ട്രീ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. എക്സ്പ്രഷൻ ട്രീ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്പ്രഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു വേ ആണ് എക്സ്പ്രഷൻ ട്രീസ്. സോ എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബൈനറി ട്രീ. അതിനുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓഫ് കോഴ്സ് നമുക്കൊരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് കണ്ടിട്ടുണ്ടാവും, ബൂളിയൻ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഓപ്പറാൻഡ് ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, അല്ലേ? ഒന്നോ അതിലധികം ഓപ്പറാൻഡ്സോ ഒന്നോ അതിലധികം ഓപ്പറേറ്റേഴ്സൊക്കെ കൂടി ചേർന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ ട്രീ യൂസ് ചെയ്തിട്ട് നമുക്കിത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എക്സ്പ്രഷൻ ട്രീ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീഫായിരിക്കും എന്തിന് റെപ്രസെൻറ്റ് ചെയ്യുക? ഓപ്പറാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പറാൻഡിനെ ഹോൾഡ് ചെയ്യുന്നത് ലീഫായിരിക്കും. ദെൻ അതായത് നമ്മുടെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആവാം, കോൺസ്റ്റൻസ് ആവാം, നമ്പേഴ്സ് ഒക്കെ ആവാം. സോ അതിനെ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മൾ കീപ്പ് ചെയ്യുക എവിടെയായിരിക്കും? ലീഫ് നോഡിലായിരിക്കും. ദെൻ റൂട്ടും അതുപോലെ തന്നെ ഇൻറ്റേർണൽ നോഡ്സ് ആയിരിക്കും ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പല കൈൻഡ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ബൈനറി ഓപ്പറേറ്റേഴ്സും യൂണറി ഓപ്പറേറ്റേഴ്സും ഒക്കെ ഉണ്ട്. സോ അപ്പോൾ അതെല്ലാം നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് റൂട്ടും അതുപോലെ തന്നെ ഇൻറ്റേർണൽ നോഡുകളായിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഒരു റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് സബ് ട്രീസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് സബ് എക്സ്പ്രഷൻസിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുമ്പം ഇറ്റ്സ് എ ബൈനറി ട്രീ. ദെൻ അതിലുള്ള ലീഫ് നോഡുകളായിരിക്കും ഓപ്പറാൻഡുകളും ഇൻറ്റീരിയർ നോഡ്സ് ആയിരിക്കും ഓപ്പറേറ്റേഴ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൈനറി ട്രീയിൽ നിങ്ങൾക്കറിയാം, ബൈനറി ട്രീയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒന്നുകിൽ 0 ചൈൽഡോ അല്ലെങ്കിൽ 1 ചൈൽഡോ അല്ലെങ്കിൽ മാക്സിമം 2 ചൈൽഡ് വരെ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ എക്സ്പ്രഷൻസിനെ എന്താണ്, നമുക്കൊരു എക്സ്പ്രഷൻ ബൈനറി എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2 ഓപ്പറാൻഡുകൾ ഉണ്ടാവും, അല്ലേ? ദെൻ ബൈനറി എക്സ്പ്രഷൻസിനെ മാത്രമല്ല യൂണറി മൈനസ് ഓപ്പറേറ്റേഴ്സ് ഉൾക്കൊള്ളുന്ന എക്സ്പ്രഷൻസിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ബൈനറി ട്രീ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഈ ബൈനറി ട്രീ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എക്സ്പ്രഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ട്രാവേഴ്സൽസ് പെർഫോം ചെയ്യാമല്ലോ. അതായത് ബൈനറി ട്രീയിൽ നമുക്ക് ട്രാവേഴ്സൽ പെർഫോം ചെയ്യാറുണ്ട്, പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. സോ ഈ ട്രാവേഴ്സലൊക്കെ നമുക്ക് എക്സ്പ്രഷൻ ട്രീയിലും പെർഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു എക്സ്പ്രഷനിലെ ലീവ്സ് എന്ന് പറയുന്ന ഓപ്പറാൻസിന് കറസ്പോണ്ടിങ് ആയിട്ടും ദെൻ അതായത് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ വേരിയബിൾ നെയിംസ് ഉണ്ടാവും. നോൺ ലീഫ് നോഡ്സ് അതായത് റൂട്ടും അതുപോലുള്ള ഇൻറ്റീരിയർ നോഡുകളും ഓപ്പറേറ്റേഴ്സിനെ ആയിരിക്കും ഓക്യുപ്പൈ ചെയ്യുക. സോ ഇതെന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻഫിക്സ് എക്സ്പ്രഷൻ കാണാം, എ പ്ലസ് ബി പ്ലസ് സി ബൈ ഡി. സോ ആദ്യം ഒരു സബ് എക്സ്പ്രഷൻ ഉണ്ട്, എ പ്ലസ് ബി എന്ന് പറയുന്ന സബ് എക്സ്പ്രഷനും ദെൻ സി ബൈ ഡി എന്ന് പറയുന്ന സബ് എക്സ്പ്രഷനെയും കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ പ്ലസ് സി പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റർ കറസ്പോണ്ടിങ് ടു ദിസ് ഓപ്പറേറ്റർ ആണ്. നമ്മുടെ 2 സബ് എക്സ്പ്രഷനെ കണക്ട് ചെയ്യുന്ന ഓപ്പറേറ്ററാണിത്. സോ അപ്പോൾ നമ്മുടെ റൂട്ട് നോഡിൻ്റെ ചൈൽഡ് നോഡുകളായിട്ട് അല്ലെങ്കിൽ സബ് ട്രീസ് ആയിട്ട് വരുന്നത് ലെഫ്റ്റ് സബ് എക്സ്പ്രഷൻസ് ആയിരിക്കും. ദെൻ ഈ ഒരു സബ് എക്സ്പ്രഷനിലേക്ക് പോവുകയാണെങ്കിൽ എ പ്ലസ് ബി എന്നുള്ളതാണ്. സോ എയും ബി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഓപ്പറാൻഡ്, പ്ലസ് എന്ന് പറയും നമ്മുടെ ഓപ്പറേറ്റർ. ദെൻ അടുത്ത സി ബൈ ഡി ആണ്, സി ബൈ ഡി. സോ അതിനെ ഈ ഒരു സബ് ട്രീ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇതേമാതിരിയാണ് നമ്മൾ ബാക്കിയുള്ള എക്സ്പ്രഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ലീഫ് നോഡുകളിൽ മാത്രമേ നമ്മൾ ഓപ്പറാൻഡുകൾ സ്റ്റോർ ചെയ്യാറുള്ളൂ. റൂട്ടോ അതോ ഇൻറ്റീരിയർ നോഡുകളിലോ ആയിരിക്കും ഓപ്പറേറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. സോ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. സോ ഈ രീതിയിലായിരിക്കും അതിന് ഒരു ട്രീ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് എക്സ്പ്രഷൻ ട്രീസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്? 2 രീതിയിൽ മെയിനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പ്രഷൻ ട്രീ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഇൻഫിക്സ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ നിന്ന് വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ നിന്ന് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണെങ്കിലും അതിന് എന്ത് ചെയ്യുക, ഇൻഫിക്സ് എക്സ്പ്രഷനെ
പോസ്റ്റ് ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്കതിനെ എക്സ്പ്രഷൻ ട്രീ ആക്കി റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് നമ്മൾ നോക്കുന്നത്. കൺസ്ട്രക്റ്റിംഗ് ആൻ എക്സ്പ്രഷൻ ട്രീ. ഒരു എക്സ്പ്രഷൻ ട്രീ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം? അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ നിന്ന് എക്സ്പ്രഷൻ ട്രീ ജനറേറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു എക്സ്പ്രഷൻ ട്രീ ജനറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു എക്സ്പ്രഷൻ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, ഓപ്പറാൻഡ് ഉണ്ടാവും. ഓക്കെ, ബ്രാക്കറ്റുകൾ ഉണ്ടാവോ? ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണ്, നമ്മൾ ഓൾറെഡി അതിൻ്റെയൊക്കെ ഓർഡറിന് ബേസ് ചെയ്തിട്ട് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആക്കി കൺവേർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ എൻകൗണ്ടർ ചെയ്യുന്ന എന്തൊക്കെ മാത്രമായിരിക്കും? ഒന്നെങ്കിൽ ഓപ്പറാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ആവും. ഓപ്പറാൻഡ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് മാത്രമായിരിക്കും നമുക്ക് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ കിട്ടുക. ഓപ്പറാൻഡ് അതുപോലെ തന്നെ ഓപ്പറേറ്ററുകൾ മാത്രമേ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ ഉണ്ടാവുള്ളൂ. ഓപ്പറേറ്റർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മുടെ അൽഗോരിതത്തിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റീഡ് വൺ സിമ്പിൾ അറ്റ് എ ടൈം ഫ്രം ദ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ നിന്നും ഓരോ സിമ്പിളായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റീഡ് ചെയ്യുന്ന സിമ്പിൾ എന്തൊക്കെയാവും? ഒന്നെങ്കിൽ അതൊരു ഓപ്പറാൻഡ് ആവാം, അല്ലെങ്കിൽ അതൊരു ഓപ്പറേറ്റർ ആവും. ഇനി അത് നമ്മുടെ ഓപ്പറാൻഡ് ആണോ ഓപ്പറേറ്റർ ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അൽഗോരിതം അടുത്തതായിട്ട് മുന്നോട്ട് പോകുന്നത്. സോ ചെക്ക് വെദർ ദ സിമ്പിൾ ഈസ് എൻ ഓപ്പറാൻഡ് ഓർ ഓപ്പറേറ്റർ. ഓപ്പറാൻഡോ അല്ലെങ്കിൽ ഓപ്പറേറ്ററോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഇനി ഓപ്പറാൻഡ് ആണെങ്കിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, ട്രീയിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ അഡ്രസ് ആൻഡ് പുഷ് എ പോയിൻ്റർ ഓൺ ടു ദ സ്റ്റാക്ക്. ആ നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റർ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓപ്പറാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുക, ദെൻ അതിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ അല്ലെങ്കിൽ അതിൻ്റെ ആ നോഡിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന പോയിന്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി അടുത്ത നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾ സ്റ്റാക്കിൽ നിന്നും 2 പോയിന്റേഴ്സിനെ പോപ്പ് ചെയ്യണം. ദെൻ T1ഉം T2ഉം. ദെൻ നമുക്ക് ഒരു പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യണം വിത്ത് ഓപ്പറേറ്റർ. ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്ത ഓപ്പറേറ്ററിനെ റൂട്ടായിട്ട് സെറ്റ് ചെയ്ത് പുതിയൊരു ട്രീ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ T2 എന്ന് പറയുന്ന ലെഫ്റ്റ് ചൈൽഡും T1 എന്ന് പറയുന്ന റൈറ്റ് ചൈൽഡും ആയിരിക്കും. ആദ്യം നമ്മൾ പോപ്പ് ചെയ്ത ആളാണ് T1, രണ്ടാമത് പോപ്പ് ചെയ്ത ആളാണ് T2. സോ ആദ്യം പോപ്പ് ചെയ്ത T1 എന്ന് പറയുന്നത് ആരായിരിക്കും? റൈറ്റ് ചൈൽഡും. ദെൻ T2 എന്ന് പറയുന്നത് ലെഫ്റ്റ് ചൈൽഡും ആയിരിക്കും. ഓക്കെ, സോ ആദ്യം പോപ്പ് ചെയ്ത് T1, രണ്ടാമത് പോപ്പ് ചെയ്തതാണ് T2. ഓക്കെ, T1 റൈറ്റ് ചൈൽഡും T2 ലെഫ്റ്റ് ചൈൽഡും. അപ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്ന ആദ്യം പോപ്പ് ചെയ്യുന്ന ആൾ നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ റൈറ്റിലേക്കാണ് പോകേണ്ടുന്നത് എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ട്രീയുടെ പോയിന്ററിനെ തിരിച്ച് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഇതിന് ഓൾമോസ്റ്റ് സിമിലർ അൽഗോരിതം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ? പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ്റെ ആ ഒരു അൽഗോരിതം. അവിടെ നമുക്ക് ഓപ്പറേറ്ററും ഓപ്പറാൻഡും വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. സോ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു അൽഗോരിതം തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, AB + CDE + സ്റ്റാർ. അപ്പോൾ ഇതിനകത്ത് ഓപ്പറാൻഡ് ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്തു, ഓരോരോ സിമ്പിളായിട്ട് റീഡ് ചെയ്തു. ഫസ്റ്റ് ഞാൻ റീഡ് ചെയ്തത് എന്താണ്? എ എന്ന് പറയുന്ന എന്താണ്? ഒരു ഓപ്പറാൻഡ് ആണ്. സോ എന്ത് ചെയ്യുക? ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ പോയിന്റേഴ്സിന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. സോ ഇനിഷ്യലി സ്റ്റാക്ക് എം ടി ആയിരുന്നു. ഫസ്റ്റ് പോയിന്ററിനെ ഞാൻ ഹോൾഡ് ചെയ്തു, ഫസ്റ്റ് പോയിന്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. എഗെയിൻ അടുത്ത രണ്ടാമത് റീഡ് ചെയ്ത് ഏതാണ്? ബി ഈസ് ഓൾസോ ആൻ ഓപ്പറാൻഡ് ആണെങ്കിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ പോയിന്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ് റെഫർ ചെയ്യുക. ദെൻ അടുത്തതായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന എന്താണ്? പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. സോ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പേരെ നിങ്ങൾ പോപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ എൻ്റെ ബി എന്ന് പറയുന്ന ആരാകും? T1. ബി ഈസ് T1ഉം എ എന്ന് പറയുന്നതാണ് എൻ്റെ T2. ഓക്കെ, എ എന്ന് പറയുന്നതാണ് എൻ്റെ T2. അപ്പോൾ നമ്മളോട് പറഞ്ഞ എന്താ? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം വിത്ത് ഇപ്പം നിങ്ങളുടെ റീഡ് ചെയ്ത ഓപ്പറേറ്റർ ആയിരിക്കും അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. സോ പ്ലസ് ബിക്കംസ് ദ റൂട്ട് ആൻഡ്
T1 എന്ന് പറയുന്നത് എന്താവും? അതിൻ്റെ റൈറ്റ് ചൈൽഡ്. T1 എന്ന് പറയുന്നത് റൈറ്റ് ചൈൽഡും ലെഫ്റ്റ് ചൈൽഡിൽ T2 എന്ന് പറയുന്നത് ലെഫ്റ്റ് ചൈൽഡും ആയിട്ട് വരും. സോ ഈ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇനി ഇതിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്കിലേക്ക് തിരിച്ച് പുഷ് ചെയ്ത് വെക്കുന്നു. അതാണ് ഇവിടെ കണ്ടത്. പുതിയ ട്രീ ഫോം ചെയ്യും. പോയിന്റർ ടു ഇറ്റ്സ് ഈസ് പുഷ്ഡ് ബാക്ക് ടു ദി സ്റ്റാക്ക്. ഓക്കെ, ദെൻ എഗെയിൻ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ AB+ വരെ നമ്മൾ റീഡ് ചെയ്തു. അടുത്ത C ആണ്. സോ C എന്ന് പറയുന്ന ഓപ്പറാൻഡ് ആണ്. ഓപ്പറാൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യുക? പുതിയൊരു നോഡ് സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പോയിന്ററിനെ അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത എന്താണ്? ഡി എന്ന് പറയുന്നതും എന്താണ്? ഓപ്പറാൻഡ് ആണ്. സോ പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പോയിന്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്തത് എന്ന് പറയുന്ന സിമ്പിളാണ്. സോ ഇയും വന്നപ്പോൾ എന്താ ചെയ്തത്? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അഡ്രസ്സ് ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഏതാണ്? പ്ലസ് എന്ന് പറയുന്ന സിമ്പിളാണ്. അപ്പോൾ ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്റ്റാക്ക് ടോപ്പിലിരിക്കുന്ന 2 പേരെ നമ്മൾ പോപ്പ് ചെയ്യും. സോ ആദ്യം പോപ്പ് ചെയ്യുന്ന ആളാണ് T1. സോ ഹിയർ E വിൽ ബിക്കം ദ T1 ആൻഡ് D വിൽ ബിക്കം ദ T2. D എന്ന് പറയുന്നത് T2 ആകും. എന്നിട്ട് എന്താ? ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്ത ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. സോ പ്ലസ് എന്നായിരുന്നു നമ്മളിപ്പോൾ റീഡ് ചെയ്ത സിമ്പിള്. പ്ലസ് വിത്ത് T1 എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും? റൈറ്റ് ചൈൽഡ് ആയിട്ടും. T1 എന്ന് പറയുന്നത് റൈറ്റ് ചൈൽഡ് ആയിട്ടും T2 എന്ന് പറയുന്നത് ലെഫ്റ്റ് ചൈൽഡ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യുക. DE. സോ ഈ രീതിയിലായിരിക്കും നമ്മളൊരു ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം അതിൻ്റെ പോയിന്റർ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ട്രീയുടെ പോയിന്ററാണ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ഞാൻ റീഡ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. എഗെയിൻ സ്റ്റാർ റീഡ് ചെയ്തു. 2 ട്രീ പോയിന്റേഴ്സിനെയാണ് നമ്മൾ ഇതിൽ നിന്നും പോപ്പ് ചെയ്യേണ്ടുള്ളത്. ദെൻ അടുത്ത ഒരു പുതിയ ട്രീ കൺസ്ട്രക്ട് ചെയ്യണം വിത്ത് സ്റ്റാർ ആസ് എ റൂട്ടായിട്ട്. ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്ത് സ്റ്റാറിനെ റൂട്ടായിട്ട് വെച്ചുകൊണ്ട് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം പോപ്പായി പോയ. സോ ആദ്യം പോപ്പായി പോകുന്നത് ഈ ട്രീയിലേക്കുള്ള ഒരു പോയിന്ററാണ്. സോ ആ ട്രീ ഇറ്റ്സെൽഫ് അവിടെ റെഫർ ചെയ്യും. പ്ലസ് ലെഫ്റ്റിലെന്ന് പറയുന്നത് C ഉണ്ടായിരുന്നു. ദെൻ റൈറ്റിലെന്ന് പറയുന്നത് പ്ലസും അതുപോലെ തന്നെ Dയും Eയും ആണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളിപ്പം റൈറ്റ് സബ് ട്രീ ജനറേറ്റ് ചെയ്തു. ലെഫ്റ്റ് സബ് ട്രീയിൽ എന്ന് പറയുമ്പോൾ പ്ലസ് A+B എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എയും ബിയും. സോ ഇത്രയും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ പോയിന്റർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാക്കിലേക്ക് തിരിച്ച് പുഷ് ചെയ്യണം. ഈ ട്രീയുടെ പോയിന്റർ, ഈ ട്രീൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഏത് പോയിന്ററാണോ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ദെൻ എഗെയിൻ നമുക്കൊരു സിമ്പിൾ കൂടി ഉണ്ട്. എഗെയിൻ ഒരു സ്റ്റാർ ആണ്. ലാസ്റ്റ് സിമ്പിൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്ന? സ്റ്റാക്കിൽ ഇരിക്കുന്ന ഒരെണ്ണത്തിനെ പോപ്പ് ചെയ്യുക. പോപ്പ് ചെയ്യുമ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്താണ്? ലാസ്റ്റ് സിമ്പിളാണ് ഇപ്പോൾ റീഡ് ചെയ്തത്. ആകെ ഒരെണ്ണേ ഉള്ളൂ. സോ എന്ത് ചെയ്യുന്നു? തിരിച്ചിതിനെ പോപ്പ് ചെയ്യുന്നു. ഓക്കെ, പോയിന്റ് ടു ദ ഫൈനൽ ട്രീ ഈസ് ലെഫ്റ്റ് ഇൻ ടു ദ സ്റ്റാക്ക്. എന്നിട്ട് അതിലേക്കുള്ള ഫൈനൽ കീനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. സോ ഈ രീതിയിലാണ് നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതാണ് നമ്മളുടെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ട്രീ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ട്രീയിൽ നമുക്ക് ട്രീ ട്രാവേഴ്സൽസ് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. സോ ഇൻ ഓർഡർ ഫോം ഓഫ് ദ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ട്രീനെ എങ്ങനെ ട്രാവേഴ്സ് ചെയ്യുക? ഇൻ ഓർഡർ ആയിട്ട് ട്രാവേഴ്സ് ചെയ്യുക. ദെൻ പോസ്റ്റ് ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അല്ലെ പ്രീ ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ ട്രാവേഴ്സിൽ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിൽ പെർഫോം ചെയ്യുക. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ? A+B*C - D × E+F/G. സോ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ നമുക്കൊരു പോസ്റ്റ്, അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇപ്പോൾ നോക്കിക്കേ, ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. ഇൻഫിക്സ് എക്സ്പ്രഷനെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇത് അൽഗോരിതം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിനെ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആക്കി കൺവേർട്ട് ചെയ്യുക. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായിട്ട് ഓരോന്നായിട്ട് റീഡ് ചെയ്യുക. സോ ആദ്യം റീഡ് ചെയ്തത് A, അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, അതിൻ്റെ പോയിന്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്ത B സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, C സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ദെൻ അതായത് ആദ്യത്തെ 2 സിമ്പിൾസും ഓപ്പറാൻഡ്സ് ആയിരുന്നു. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡ് ട്രീ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പോയിന്ററിനെ ലാസ്റ്റ് 3 നോഡ്സിനെ പുഷ് ചെയ്തു.
ദെൻ അടുത്തതായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാർ എന്ന് പറയുന്ന സിമ്പലാണ്. അപ്പോൾ സ്റ്റാർ വരുമ്പോൾ 2 എണ്ണം പോപ്പ് ചെയ്യണം. സോ ഇതും നമ്മൾ പോപ്പ് ചെയ്യും, സിയും പോപ്പ് ചെയ്യും, ബിയും പോപ്പ് ചെയ്യും. ഇനി അടുത്ത ഇപ്പോൾ റീഡ് ചെയ്ത സ്റ്റാർ വെച്ചിട്ട് പുതിയൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നു. സ്റ്റാർ എന്ന് പറയുന്ന റൂട്ടാവും. അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് ബിയും T2 എന്ന് പറയുന്നത് ലെഫ്റ്റ് ചൈൽഡും T1 എന്ന് പറയുന്ന റൈറ്റ് ചൈൽഡും സി ഇവിടെയും പോരും. സോ ഈ രീതിയിലാകും. എന്നിട്ട് അതിൻ്റെ ഒരു പോയിന്ററിനെ നമ്മൾ തിരിച്ച് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അത് കാണേണ്ടത്. സ്റ്റാക്കിലേക്ക് തിരിച്ച് അതിൻ്റെ പോയിന്ററിനെ പുഷ് ചെയ്യുന്നു. എഗെയിൻ നമ്മൾ അടുത്ത റീഡ് ചെയ്യുകയാണ്. ഇത്രയുമായി സ്റ്റാർ വരെയായി. അടുത്തതായിട്ട് എഗെയിൻ ഒരു പോയിന്ററാണ്. സോ പോയിന്റർ അല്ല, ഓപ്പറേറ്റർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ 2 പേരെ പോപ്പ് ചെയ്യുക. അതുപയോഗിച്ചിട്ട് ഇപ്പം റീഡ് ചെയ്ത ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് 2 പേരെയും കണക്ട് ചെയ്യുക അല്ലേ. സോ എയും എ ഇവിടെ വരുന്നുണ്ട്. ദെൻ അടുത്ത നമ്മുടെ സബ് ട്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ സബ് എക്സ്പ്രഷൻ ആയിട്ടുള്ള സ്റ്റാറും അതിൻ്റെ ലെഫ്റ്റിൽ ബി, റൈറ്റിൽ സി, ലെഫ്റ്റിൽ ബി, റൈറ്റിൽ സി. സോ ഈ രീതിയിലാണ് അതിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ അടുത്ത ഞാൻ റീഡ് ചെയ്യുന്നത് ഡിയും ഇയും ആണ്. ഡിയും ഇയും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, അതിൻ്റെ നോഡ് ക്രിയേറ്റ് ചെയ്യുക, പോയിന്ററിന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തായിട്ട് റീഡ് ചെയ്യുന്ന സ്റ്റാർ ആണ്. അപ്പോൾ 2 പേരെ പോപ്പ് ചെയ്യും. 2 പേരെ പോപ്പ് ചെയ്യുന്ന ഡിയും ഇയും ആണ്. സോ പോപ്ഡായി. ദെൻ അതിൻ്റെ ഒരു പോയിന്റർ സ്റ്റാക്കിലേക്ക് തിരിച്ചു വെച്ചു. ദെൻ അടുത്തതായിട്ട് വരുന്ന എന്താണ്? ഡി ഇ സ്റ്റാർ കഴിഞ്ഞിട്ട് എഫ് ആണ്. സോ എഫ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യാം? ഓപ്പറാൻഡ് ആണ്. ഓപ്പറാൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ പോയിന്റർ കൊടുക്കാം. ദെൻ അടുത്തത് പ്ലസ് ആണ്. പ്ലസ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ, 2 പേരെ പോപ്പ് ചെയ്യുക, ആ പ്ലസിനെ റൂട്ടാക്കിക്കൊണ്ട് പുതിയൊരു ട്രീ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇനി അടുത്തത് ജി എന്ന് പറയുന്ന നോഡാണ്. എഗെയിൻ ജി എന്ന് പറയുന്നത് ഇതുപോലെ ഓപ്പറാൻഡ് ആണ്. അപ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കാതെ ഇവിടെ തന്നെ എന്ത് ചെയ്തു? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പോയിന്ററിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ അടുത്ത ഡിവിഷൻ ഓപ്പറേറ്റർ വരുമ്പം ഓപ്പറേറ്ററാണ്. 2 പേരെ പോപ്പ് ചെയ്യും. എന്നിട്ട് പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്ത് ഡിവിഷൻ ഓപ്പറേറ്റർ റൂട്ടായി നിന്നുകൊണ്ട് ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. അതായത് അതിൻ്റെ ലെഫ്റ്റിലെന്ന് പറയുന്നത് ഒരാളും അടുത്ത റൈറ്റ് ചൈൽഡിനെയും കൊടുത്തിട്ട് അടുത്തൊരെണ്ണം ക്രിയേറ്റ് ആയി. ദെൻ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അടുത്ത മൈനസ് വരുമ്പോൾ ഇതുപോലെ എല്ലാത്തിനെയും പോപ്പ് ചെയ്തിട്ട് ഇതേപോലെ തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുക. സോ നമ്മൾ മുന്നേ എഴുതിയ ABC സ്റ്റാർ പ്ലസ് DE സ്റ്റാർ പ്ലസ് F പ്ലസ് G ബൈ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്രഷൻ ട്രീയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.